കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഇനി യുവത്വത്തിന്റെ സ്ഫുടതയാർന്ന മുഴങ്ങുന്ന ശബ്ദം ഉയർന്നു കേൾക്കാം. BA മ്യൂസിക് ബിരുദധാരിയായ കലാകാരി രമ്യ ഹരിദാസാണ് ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേറ്റത്. നിന്നെ തേടി 29കാരിയായ രമ്യ ഹരിദാസ് പെരുവയൽ പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ നിന്നാണ് ജയിച്ചു വന്നത്. സ്കൂൾ തലത്തിൽ കലാതിലകമായതിനാൽ തന്നെ കുന്നമംഗലം ബ്ലോക്കിലെ കലാകാരന്മാർക്കും പ്രോത്സാഹനത്തിന്റെ കരുത്തുള്ള പിൻബലം പ്രതീക്ഷിക്കാം. ഞാൻ സ്കൂൾ കലോത്സവ വേദിയിലൊക്കെ ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഒരു ആർട്സ് പരമായിട്ടുള്ള വേദികളിലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയ്ക്ക് എന്തെങ്കിലും ഇപ്പോൾ കേരളോത്സവമാണെങ്കിലും ഇപ്പോൾ ഒരു സബ് ജില്ലാ കലോത്സവമൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി അതിലേക്ക് ഒരു പ്രത്യേക താല്പര്യം ഞാൻ എന്തായാലും കാണിക്കും. കാരണം ഞാൻ ആ ഒരു മേഖലയിൽ കൂടി കടന്നു വന്ന അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ പെർഫോമൻസ് നടത്തിയ ഒരാളായതുകൊണ്ട് അതിനും കൂടി ഒരു പ്രത്യേക പരിഗണന ഞാൻ എൻ്റെ ഭാഗത്ത് എന്തായാലും കൊടുത്തിരിക്കും. ഒരു സാംസ്കാരിക മേഖലയ്ക്ക് അതെന്തായാലും എന്നിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കോഴിക്കോട് നെഹ്റു യുവ കേന്ദ്രയുടെ 2007 പൊതുപ്രവർത്തക അവാർഡ് നേടിയിട്ടുണ്ട് രമ്യ ഹരിദാസ്. KSUവിലൂടെ വളർന്ന യൗവനകാലത്ത് ശിക്ഷണം ലഭിച്ചത് ഗാന്ധിജിയുടെ വാർധ ആശ്രമത്തിൽ. പണ്ടുമുതലേ ഞാൻ പഠിച്ചത് ഒരു ഗാന്ധിയൻ ആശ്രമത്തിലാണ്. വാർധ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഗാന്ധിയൻ സബർമതി ആശ്രമത്തിൽ ഒരു 8 മാസത്തോളം ഗാന്ധി പീസ് ഫൗണ്ടേഷനാണ് എന്നെ പഠിപ്പിച്ചത്. കുറ്റിക്കാട്ടൂർ പാലാട്ടുമീത്തിൽ നിന്നും വളർച്ചയുടെ ഊഷ്മാവ് നേടിയത് KSU പ്രസ്ഥാനത്തിലൂടെ. പിന്നീട് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം സെക്രട്ടറിയായി പ്രമോഷൻ. ഭരണസമിതിയിൽ പുതുമുഖമാണെങ്കിലും പൊതുപ്രവർത്തനങ്ങളിൽ ഒട്ടേറെ പരിചയമുണ്ട് രമ്യ ഹരിദാസിന്. യുവത്വത്തിന്റെ ചപലഭാവങ്ങളായ ഫേസ്ബുക്കും വാട്സപ്പും ഉപേക്ഷിച്ച് കാതലായ ജനകീയ പ്രശ്നങ്ങളിൽ നേർക്കുനേർ ഇടപെടുന്ന കരുത്തയായ പ്രസിഡന്റിനെ ഇനി നമുക്ക് കാണാം. നീറുന്ന പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ഉരുക്കിലുറപ്പിച്ച തീരുമാനങ്ങൾക്കായി കാത്തിരിക്കാം. കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഇടയിൽ ഒട്ടനവധി പദ്ധതികളുമായിട്ട് പ്രവർത്തിച്ച് ഉള്ള ഒരു പരിചയം കൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ ആഗ്രഹങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ ഉള്ളത് ഞാനൊരു യൂത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. എന്നിൽ നിന്നും ഒരു യൂത്തിന് കുറച്ചും കൂടി എന്തെങ്കിലും നൽകാൻ പറ്റുമോ അല്ലെങ്കിൽ ചെയ്യുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അതും കൂടി ഞാനൊന്ന് ശ്രമിക്കുന്നതായിരിക്കും. അതെങ്ങനെയാണ് എന്തൊക്കെ പദ്ധതികൾ വെക്കാം എന്നുള്ളത് ഞങ്ങൾ കൂടി ആലോചിച്ച് ഭരണസമിതിയും ഞങ്ങളോടൊപ്പം ജയിച്ചു വന്ന പ്രതിപക്ഷവും ആലോചിച്ച് ശേഷം നിങ്ങൾക്ക് മുൻപിൽ ഞങ്ങളത് പറയും. ജനങ്ങളോടത് പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾ ഓരോ പദ്ധതിയും മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ലാൽ കുന്നമംഗലം, സ്പൈർനെറ്റ് ന്യൂസ്.